ദൈവത്തിന് മഹത്വം. ഒരു ദിവസം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 121 ഇപ്രകാരം വായിക്കുന്നു: ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അതെ, നമ്മളിപ്പോൾ പ്രത്യേകിച്ച് GCC കൺട്രീസിലുള്ള നമ്മളെല്ലാം സമ്മറിൻ്റെ ആധിക്യത്താൽ വളരെ കഷ്ടപ്പെടുന്നവരാണ് അല്ലേ. ദൈവവചനം ഇപ്രകാരം പറയുന്നു: ഒരു നിമിഷം പോലും ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് അല്ലേ. അപ്പോൾ പകലിലെ സൂര്യനാണെങ്കിലും രാത്രിയിലെ ചന്ദ്രനാണെങ്കിലും ഒന്നും ബാധിക്കാതെ നമ്മളെ സൂക്ഷിക്കുന്ന ആ ദൈവത്തിങ്കിലേക്ക് സങ്കീർത്തനക്കാരൻ തുടങ്ങുന്നത് പ്രകാരമാണ്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പോൾ ആ ദൈവത്തിങ്കിലേക്ക് ഇന്ന് പകൽക്കാലം നോക്കാം. നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന, ഒരു ദോഷവും തട്ടാത്തവണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. നല്ലൊരു ദിവസം നേരുന്നു. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദേവദാസൻ രാജേഷ് ഏലപ്പാറയുടെ വരികൾ ഇതിനോട് ചേർന്ന് പറയുന്നു: ഒരു ഇമ പോലും അടയാതെ നമ്മളെ നോക്കിടുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് സ്വർഗത്തിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.